പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പം നമ്മുടെ നേർച്ച വസ്തുക്കളെ കുറിച്ചാണ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഉടമ്പടിയുടെ മറ്റൊരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്തത്, ആർക്കും ഇല്ലാത്തതാണ് നേർച്ച വസ്തുക്കൾ എന്ന് പറയണം. ഇപ്പം നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് മാതാവുമായിട്ട് ഡയറക്റ്റ് മാതാവ് പ്രവർത്തിക്കുന്ന മീഡിയമാണിത്. കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്നു. അപ്പം അവർക്ക് ഒരു 3 നില വീടാണ് ഉള്ളത്. അപ്പം അതിൻ്റെ മുകളിൽ അത് ഇടയ്ക്ക് കിട്ടിയതാണ്. അവിടെ ഇംഗ്ലണ്ടിൽ വീട് കിട്ടാനൊന്നും നിർവാഹമില്ല. പക്ഷേ അമ്മ ഇവർക്ക് വീട് കൊടുത്തപ്പോൾ നല്ല വീട് തന്നെ കൊടുത്തു. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം. അതായത് ആർക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടും. എന്താ കാര്യം? വാഗ്ദാനമുണ്ടതാണ്. അതാണ് ഈ സിംഹക്കുട്ടികളെ ഇര കിട്ടാതെ പടപ്പാട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടുന്നു എൻ്റെ കൊച്ചു ജീവിതത്തെ. 34 സങ്കീർത്തനം 10 തിരുവചനം. സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇവിടെ ഫിസിക്കൽ ഉടമ്പടി ആയത് കാരണം പക്ക ഉടമ്പടിയാണ്. അല്ലാതെ ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ എന്തോ കാര്യങ്ങൾ യാന്ത്രികമായി ചെയ്ത് കൂട്ടുന്നതല്ല, ഫിസിക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും അവർ. അപ്പോൾ അവർക്ക് വീട് ഇംഗ്ലണ്ടിൽ ആർക്കും ഇല്ല എന്നുണ്ടെങ്കിലും അമ്മ അവർക്ക് 3 നിലയുള്ള വീട് കൊടുത്ത്, അപ്പം അതിൻ്റെ 3ാമത്തെ നിലയിരുന്ന് കുഞ്ഞിനെ ഇവിടെ പാല് കുടിക്കണം. അവൾ പാൽ കൊടുത്ത് കഴിയുമ്പോൾ 16 ദിവസമോ മറ്റേ കഴിഞ്ഞിട്ടുള്ളൂ പ്രസവിച്ചിട്ട്, പെട്ടെന്ന് ഇവരുടെ ശരീരം ഒന്ന് ഷിവറാകും. അപ്പോൾ അവർക്ക് ശ്വാസം കിട്ടാതെയാവും. ഇവർക്ക് സ്ട്രോക്കായിപ്പോയി. പിന്നെ കൈ തളർന്നു, കാല് തളർന്നു. പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലിലെത്തിച്ച് ഇവരിങ്ങനെ കൈയും കാലം തളർന്ന് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ അവർക്ക് തോന്നിയ ഇതിനേലെ വീണു ചിലപ്പം മരിച്ചു പോകും. അപ്പോൾ കുഞ്ഞുങ്ങളെ ആരെ ഏൽപ്പിക്കുന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് സീൻ മാറണം കണ്ടില്ലേ. ഈ സീൻ മാറുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓരോ സീൻ മാറുമ്പോഴും വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ് സീൻ മാറ്റം. നമ്മുടെ ജീവിതത്തിലല്ല, മാതാവിൻ്റെ ജീവിതത്തിൽ ഈശോൻ്റെ ജീവിതത്തിലൊക്കെ സീൻ മാറുന്നുണ്ട്. സീൻ കോന്ത്രയാവും, നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പം ചില ആൾക്കാർ ദൈവത്തിനെ മറക്കും ഉടനെ. നമ്മൾ ഈ വലിയ ദൈവഭക്തർ യേശുവേ സ്വസ്ത്രം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് നടക്കത്തില്ലേ. പക്ഷേ സീൻ മാറിക്കഴിയുമ്പോൾ ഇവന്മാർ ഈ ഹല്ലേലൂയൊക്കെ മറന്നു പോകും, യേശുവേ സ്വസ്ത്രമൊക്കെ മറന്നു പോകും. പിന്നെ മൈൻഡ് സെറ്റ് തന്നെ പോകും. എന്ത് ദൈവം, ഏത് ദൈവം ഉടമ്പടി ഉണ്ടായിട്ട് ദൈവം എനിക്കിങ്ങനെ സംഭവിച്ചല്ല എന്നൊക്കെ പറഞ്ഞ് ഓപ്പോസിറ്റ്. ദൈവം അത് ഉദ്ദേശിക്കുന്നുണ്ട്. കള്ള ഉടമ്പടിക്കാരെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉടമ്പടി കള്ള ഉടമ്പടിയാണ് നിങ്ങൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉടമ്പടി കള്ള ഉടമ്പടിയാണെന്ന് നിങ്ങൾക്കറിയാം, കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം, ദൈവത്തിനറിയാം. നിങ്ങൾ ഉടമ്പടി നിന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ്. കാര്യം ചുമ്മാ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി വന്ന് എന്തോ ചെയ്ത് കൂട്ടിരിക്കണമല്ലേ. അതിനകത്ത് ഒന്നും വർക്കൗട്ട് ചെയ്യണില്ല. ആ അഹങ്കാരം ഇപ്പോഴും ഉണ്ട്, ആ കുശുമ്പ് ഇപ്പോഴും ഉണ്ട്, പൗശന്യം ഇപ്പോഴും ഉണ്ട്, വെള്ളവാടി ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ കലാപരിപാടി എല്ലാം ഉണ്ടല്ലോ കയ്യിൽ.
അപ്പോൾ ഇത് കള്ള ഉടമ്പടിയാണ് ഈ സംഭവം. ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ല. നിങ്ങൾക്കറിയാമല്ല, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താ വെച്ചാൽ ഒരു 50,000 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ 25,000 പേര് ഉടമ്പടി ക്യാൻസൽഡാണ്. കള്ള ഉടമ്പടിക്കാരെല്ലാം ചെയ്യും, ക്യാൻസൽ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. എന്താ കാര്യം? അവർക്കിതുപോലെ ഹെവി ലോഡ് കൊടുക്കും. ഹെവി ലോഡ് കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും, അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതും പത്രം മേടിച്ചതും ആലപ്പുഴ പോയതും വണ്ടി ഇടി മേടിച്ചതും ഒക്കെ വെറുതെ ആയില്ല എന്ന് പറയാം. ഓ, അത് നിങ്ങൾ പറയണം. അങ്ങനെ ദൈവത്തോട് പറയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി 10,000 രൂപ തരാം. നിങ്ങളത് പറഞ്ഞു കിട്ടിയാൽ മതി. എന്താണ്? അപ്പം തന്നെ സ്റ്റാൻഡ് ക്യാൻസൽഡ്. അപ്പം തന്നെ സാധനം നിങ്ങളുടെ കാര്യം. പിന്നെ നിങ്ങളൊക്കെ ചോദിച്ചുണ്ടാക്കേണ്ട കാര്യം ദൈവത്തിനില്ല. കള്ളവടമ്പടിക്കാർ ചോദിച്ചുണ്ടാക്കേണ്ട കാര്യം ദൈവത്തിനില്ല. അതുകൊണ്ട് നിങ്ങളങ്ങനെ പറഞ്ഞു കിട്ടിയാൽ മതി. ഈ സ്ത്രീ പറയത്തില്ല. മുഖവും കോടി പകുതി മരവിച്ച് മരണത്തിനെ കാത്തു കിടക്കുമ്പോൾ അവൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ വന്ന് എന്നോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. അതാണ് സംഭവം. അപ്പോഴവൾ ഉടമ്പടിയിൽ നിന്ന് മാറാൻ തയ്യാറല്ല. മാതാവ് ഇങ്ങനെയുള്ള സമയത്ത് വരുമെന്ന് എനിക്കറിയാം. നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി കയറി വന്നു. നല്ല പ്രഭവമുള്ള ചേച്ചി കയറി വന്നു. ചേച്ചിയോട് പറഞ്ഞ്, നീ മാതാവിൽ വിശ്വസിക്കുന്ന ആളല്ലേ? അപ്പോൾ ഇവള് പറയും, അതെ. വിശ്വാസം ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നതെന്ന് ഞാൻ സ്ഥലപ്പെടുത്താൻ പോയി നമ്മൾ ചോദിക്കത്തില്ലേ? നിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവോ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അങ്ങനെ വിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഈ ലേഡി വന്നു ചോദിക്കും, നിങ്ങൾ മാതാവിനെ വിശ്വസിക്കുന്ന സ്ത്രീ അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞു, അതെ അതെ. അപ്പോൾ വിശ്വാസം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞോടാ. അത് കഴിഞ്ഞപ്പോൾ തന്നെ കൈ അനങ്ങാൻ തുടങ്ങി. പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറെ ഒരു സ്ത്രീ വന്നിച്ചും ഇവിടെ വാ പൊളിക്കാൻ പറഞ്ഞു. വാ പൊളിച്ച് കഴിഞ്ഞും ഉടമ്പടി ഉപ്പെടുത്തിട്ട് 2 തരി ഇവിടെ വായിലിട്ട് അവർ പോയി. കുറച്ചപ്പോൾ കാരനങ്ങാൻ തുടങ്ങി. അത് സാക്ഷ്യം കേൾക്കാൻ നല്ല രസമാണ്. അതായത് ഇവരുടെ ഉടമ്പടിയുടെ അപ്ഗ്രേഡ് ചെയ്യണവരാ. ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നവരെ അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ ടെസ്റ്റ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യത്തുള്ളൂ. വെറുതെ ഇരുന്ന് മൂക്കണ പരിപാടിയൊന്നുമില്ല. ദൈവം ടെസ്റ്റ് ചെയ്ത പാർട്ടിയാണെങ്കിൽ ഭയങ്കര പണ്ടാര ആത്മവിശ്വാസമായിരിക്കും. ഞാൻ എന്താ, കർത്താവ് എന്നെ ടെസ്റ്റ് ചെയ്തതാണ്, ടെസ്റ്റിൽ ഞാൻ വിജയിച്ചതാണ്. അപ്പോൾ എന്താ അപ്പോൾ നമ്മുടെ വിശ്വാസ ലെവൽ കൂടുവാനാണ്. വീട്ടിലും നമ്മുടെ ഉടമ്പടി താരം ഇരിപ്പുണ്ട്. നിനക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റും, 3 കുഞ്ഞുങ്ങൾ നോക്കണ്ടേ? അപ്പോൾ നീ ഇങ്ങോട്ട് വരണ്ട. നീ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ആ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ കുറേ സ്ഥലങ്ങളിൽ മരവിച്ചിട്ടുണ്ട്. ഇവിടെ അരക്കെട്ട് കുറേ സ്ഥലങ്ങളിൽ ഇപ്പോഴും മരവിപ്പുണ്ട്. അവിടെയെല്ലാം നീ ഉടമ്പടി തൈലം നിൻ്റെ അരയെ തേക്കാൻ പറയും. അതാണ് ഫിസിക്കൽ ഉടമ്പടി എന്ന് പറയണത്. ഇതൊക്കെ ജോസഫച്ചൻ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കൗൺസിൽ ചെയ്തിട്ടാണ് ആ പറയണത്. അല്ലൊന്നുമല്ല, മാതാവ് തന്നെ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ മാതാവ് തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും എന്തൊക്കെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കും. ഉറമ്പടി തേയില എടുത്തിട്ട് അവൾക്ക് ആശുപത്രി കിടക്കണം, അവൾക്ക് മരയിപ്പുള്ള സ്ഥലങ്ങളെല്ലാം തേച്ച് ആ സമയത്ത് ആ സെക്കൻഡിലെല്ലാം ആ മരയിപ്പെല്ലാം മാറി പോകും. എന്നിട്ട് ആളെ ഇങ്ങനെ പെട്ടെന്നാകൂടെ ഈ മരണത്തിൽ നിന്ന് ഇങ്ങനെ മാതാവ് ഇയാളെ വലിച്ചൂരിക്കൊണ്ട് പോരണുണ്ട് കഴിച്ച. അപ്പം അതിനു വേണ്ടി ഇന്നലെ മെനയെന്ന് യൂറോപ്പിൽ നിന്ന് ഇന്നലെ വന്ന് സാക്ഷ്യം പറഞ്ഞ പോലെ അവരിതിനു വേണ്ടി വരികയാണ്. ഇങ്ങനെ മാതാവിൻ്റെ ഒരു 10,000 മനുഷ്യർ ലോകം മുഴുവനും കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കാർക്കശ ശാഠ്യവും കാണിക്കുന്ന കാര്യം, നിങ്ങൾ ഈ സെക്കൻഡ് ഉടമ്പടിയിലോട്ട് വരണം. സെക്കൻഡ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവത്താൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ആ ടെസ്റ്റിൽ ജയിച്ച ആളായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിട്ട് എടുക്കും. കാര്യം ഇപ്പം നമ്മൾ ഒരാളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണില്ല. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് അതാണല്ല. മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ഇപ്പം നിങ്ങളുടെ നാട്ടിലൊരു കള്ളുകുടിയതിനകത്ത് തോന്നിവാസിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ പല മോശം കണ്ടീഷനിൽ ജീവിക്കുന്ന ആളുണ്ട്. അവൾക്ക് ദൈവമില്ല, പ്രാർത്ഥനയില്ല, അശുദ്ധമായ ജീവിതമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആളാണ്. അപ്പോൾ അവളെ വണ്ടിയാ സൈക്കിളെ ഇടിക്കുമ്പോൾ നിങ്ങൾ പറയും അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, അങ്ങനെ തന്നെ വേണമെന്ന് പറയും. ഉടമ്പടിക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ലെന്നർത്ഥം. നിങ്ങൾക്ക് ആ ദൈവത്തെ പ്രതി അങ്ങനെയുള്ളവരെ കാണുമ്പോൾ സങ്കടം വരണം. കർത്താവേ, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ അവൾ എപ്പോഴായാലും കർത്താവിനെ തിരിച്ചറിയണം. ഞാൻ എൻ്റെ പങ്കപ്പാട് പ്രവർത്തനങ്ങളെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും എല്ലാം ആ മോൾക്ക് വേണ്ടി സമർപ്പിക്കണം. അതാണ് വഴിയെന്ന് പറയണത്.
അല്ല അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്നല്ല പറയേണ്ടത്. അപ്പം നിങ്ങൾ ജഡിക സന്തതിയായി, നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെയായി. ആരുടെയും തകർച്ചയിൽ നിങ്ങൾ ആനന്ദിക്കരുത്. ആരുടെയും തകർച്ചയിൽ കാര്യം ആനന്ദിക്കുമ്പോൾ വരുമ്പോൾ നിങ്ങളുടെ ജഡിക മനുഷ്യരായി മാറും. അതായത് അപ്പം ആരുടെയും തകർച്ചയിൽ നിങ്ങൾ ആനന്ദിക്കരുത്. ആനന്ദിക്കണത് നിങ്ങൾ ആനന്ദിക്കാതെ അവർക്ക് ദൈവകൃപ കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രേക്ഷിതപ്രവർത്തനം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെന്താ സംഭവിക്കണം? നിങ്ങൾ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ ഒരു കംപ്ലീറ്റ് പാർട്ട്ണറായിട്ട് മാറുകയാണ്, ദൈവത്തിന് പറ്റിയ ഒരു പങ്കാളിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ലക്ഷ്യം എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം അവിടെ സ്ഥലം മേടിക്കാനാണ്, മകൾക്ക് ജോലി കിട്ടാനാണെന്നല്ല പറയേണ്ടത്. ഈ മകൾക്ക് ജോലി കിട്ടാനാണ്, അവളുടെ വിസ തീരാൻ പോവുകയാണ്, അത് കിട്ടാനാണെന്ന് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദൈവത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണത്. കാര്യം അതിനുശേഷം നിങ്ങൾ ദൈവത്തെ ഇട്ട് മകൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ അവിടെ വിസ പൊതു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് ഇട്ടിട്ട് പോകുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പം ജഡിക സന്താനമാണ്. അപ്പം നിങ്ങളെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ദൈവം എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചാൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനാണ്. ഭൂമിയിൽ തന്നെ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനാണ്. ഭൂമിയിൽ തന്നെ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനാണ്. അത് ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം രാവിലെ 5:30 എഴുന്നേറ്റ് നമ്മൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലി, അതിനുശേഷം കുർബാന പള്ളി അടുത്താണെങ്കിൽ കുർബാനയൊക്കെ പോയി, അതിനുശേഷം നമ്മൾ തിരിച്ച് വന്ന് ഓഫീസിൽ പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയി അവിടെ 10 ഉടമ്പടി സാക്ഷ്യങ്ങൾ അവരോട് പറഞ്ഞു. ചില ആൾക്കാരുണ്ട് തൊഴിലുറപ്പിന് പോയാലും ഉടമ്പടിയെക്കുറിച്ച് പറയത്തില്ല, നാട്ടുകാർ കളിയാക്കുമെന്ന് പറയും, എന്നിട്ട് അമ്മയ്ക്ക് പിടിച്ചോണ്ടിരിക്കും. എന്നിട്ട് നമുക്കൊരു വരുമ്പോൾ ദൈവമേ എൻ്റെ അമ്മ കമ്പോയിട്ട് കാണുന്നില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും കാണത്തില്ല, പുറ്റാകാൻ പറയും. അതെന്താ കാര്യം? ഇവരുടെ കാര്യത്തിന് മാത്രം തിരിവഹിക്കുകയാണ്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ എവിടെ ചെന്നാലും മാതാവിനെക്കുറിച്ച് പറയണം. ഇപ്പം പിള്ളേരെ കണ്ടില്ലേ, അടിപൊളി പിള്ളേരെ, പുതിയ തലമുറ ഒന്നുമില്ല, അവർ സ്വന്തമായിട്ട് കൃപാസനം മാതാവിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തി അതിനകത്ത് തന്നെ ഇരിക്കണം തോന്നുന്നു, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇരിക്കുകയാണ്. ഉടമ്പടി സംശയങ്ങൾ നിങ്ങൾ പറയൂ, ഞാൻ പറയാമെന്ന് പറഞ്ഞിരിക്കും. അത് അങ്ങനെ എത്ര ചാനലാണെന്നറിയാമോ കുഞ്ഞുങ്ങളുണ്ടാക്കണത്. കുഞ്ഞുങ്ങളുടെ ബുദ്ധി അനുസരിച്ച് പുതിയ ആൾക്കാരെല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രചരിപ്പിക്കുന്നുണ്ട് എല്ലാ തലമുറകളിലേക്കും. അപ്പോൾ മുതിർന്നവരും അതുപോലെ ചെയ്യണം. അവർ സ്റ്റാറ്റസ് ഇടുകയും, അതുപോലെ എത്രയോ പേരാണ് ഈ അച്ഛൻ്റെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇട്ടിരിക്കണത്. അപ്പോൾ എങ്ങനെ ഇടുന്നതനുസരിച്ച് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കർത്താവിൻ്റെ ജോലിയോട് നമ്മൾ കൂടി അതിനകത്ത് പങ്കാളിത്തമാകുകയും, അത് നമ്മളെപ്പോഴും ഇടയ്ക്ക് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ജോലി വന്ന, മെമ്മോ വന്ന, ഓഫർ ലെറ്റർ വന്ന, വിസ വന്ന, അങ്ങനെയല്ല. അത് കർത്താവിൻ്റെ കാര്യമാണ്. നമ്മൾ ചെയ്യണത് എന്താ? നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരം നല്ല ഒരു സ്യൂട്ടബിൾ പാർട്ട്ണറായിട്ട് മാറാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തൽക്കാലത്തേക്കുള്ള ഇടക്കാല പരിപാടിയല്ലെന്ന് പറയണം മാതാവിനോട്. നിങ്ങൾ പലർക്കും പറ്റിക്കുന്ന ഇടക്കാലാശ്വാസമാണല്ലോ ഉടമ്പടി. ഞാൻ നിങ്ങൾക്ക് 90 ദിവസം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഉടമ്പടി സത്യസന്ധമായിട്ട് ദൈവം അംഗീകരിക്കണം എന്താണ്? ദൈവത്തിൻ്റെ കൂടെ മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കണം. അല്ലാതെ ഇത് ഇപ്പം നമ്മൾ നല്ല പിള്ള ചമഞ്ഞ് ഒരു സ്റ്റോപ്പ് ഇവൻ്റെയൊക്കെ നടത്തിയതിന് ശേഷം പിന്നീട് നിങ്ങളുടെ കാര്യമെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ പഴയ പറിച്ചാമുണ്ടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് കാണിച്ചതെല്ലാം കാപ്പട്ടിയായിട്ട് വരത്തില്ലേ? മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ കുറച്ച് നല്ല വെള്ളം ചമഞ്ഞ് നല്ല വെടിപ്പും മെനുവായിട്ടൊക്കെ നടന്നിട്ട് ഉടമ്പടിക്കാലത്ത് കുറച്ച് വർക്ക് ചെയ്ത് ഇനി നിങ്ങളുടെ കാര്യം നേടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കാലത്ത് പിന്നെ പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ, വീണ്ടും അതുപോലെ ജീവിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം കാപട്യമായിട്ട് വരിക മാത്രമല്ല, പിന്നെ നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങളുടെ നിഴലെപ്പോലും ദൈവം വിശ്വസിക്കത്തില്ല. അതാണ് വിഷയം വേറെ വന്നിരിക്കണത്. ചേട്ടത്തിമാരൊക്കെ പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, ഇവർക്ക് ഈ ബോധമില്ലല്ല. വന്നിടിച്ചതല്ലേ കയറി പറമ്പ് വിൽക്കണം, അത് ചെയ്യണം, ഇതെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കും. ഉടമ്പടിക്കാലം കഴിയുമ്പോൾ ഇവർ പ്രത്യക്ഷീണ പ്രാർത്ഥന പോലും മറന്നു പോകും, പിന്നെ ഒന്നും ചെയ്യത്തുമില്ല. അതോടുകൂടി എന്ത് ചെയ്യും? ദൈവത്തിന് നിങ്ങളുടെ നിഴലെപ്പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? നിങ്ങൾ വയറ്റിപ്പഴുപ്പിന് വേണ്ടി കർത്താവിനെ ദുർവിനിയോഗിക്കുന്ന പാർട്ടിയാണെന്ന് കണ്ടാൽ ഈ മരണം വരെ പിന്നെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഉടമ്പടി ചൈതന്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവർ കുമ്പസാരിച്ചു അനുതാപപ്പെട്ടും തിരിച്ചു വരണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കൾ, ഞാനിപ്പോൾ എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് സാധാരണ ഒരു സ്ഥലത്തും കിട്ടാത്ത സാക്ഷ്യങ്ങളാണ് ഈ പറയണതല്ല. അത് പച്ചയായ മനുഷ്യർ, ഇന്നലെ വരെ ദൈവമായിട്ട് ബന്ധമില്ലാഞ്ഞ ആൾക്കാരാണ് പെട്ടെന്ന് കയറി അതിൻ്റെ അകത്ത് ഒരു ആത്മാർത്ഥത കാണിക്കുമ്പോൾ ദൈവം അവിടെ കൂടെ സഞ്ചരിക്കുകയും. അതുകൊണ്ട് സാക്ഷ്യമുള്ള ആൾക്കാർ പറയാതിരിക്കരുത്. കാര്യം 10,000-കണക്കിന് മനുഷ്യർ കർത്താവിനെ അറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ദൈവം സാക്ഷ്യം തന്നിരിക്കണത്. അപ്പോൾ സാക്ഷ്യമുള്ളവരെല്ലാം വന്നിവിടെ റിപ്പോർട്ട് ചെയ്യണം. സാക്ഷ്യം വന്ന് എല്ലാം റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പറയണം, സന്തോഷത്തോടെ പറയണം, നല്ല വെടിപ്പും വിനയമായിട്ട് പറയണം, പ്രാർത്ഥിച്ച് പറയണം. സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ നിങ്ങളൊന്ന് ഒരുങ്ങണം. കർത്താവേ, എൻ്റെ ഈ സാക്ഷ്യം കൊണ്ട് അനേകം മക്കൾ നിന്നെ അറിയാനും അതുപോലെ തന്നെ ഞാനൊരു സുവിശേഷമാകാനും നിലനിൽപ്പിൻ്റെ വരം എനിക്ക് നൽകണമേ. അപ്പം ദൈവത്തിൻ്റെ ആളായിട്ട് മാറുകയും. അപ്പം അതുകൊണ്ട് സാക്ഷ്യം പറയാതിരുന്നാൽ നഷ്ടപ്പെടുന്ന ദൈവത്തിനാണ്. അപ്പം നിങ്ങൾക്കിനി നാളെ ഒരു വിഷയം വന്നാൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾക്ക് തന്നത് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. സാക്ഷ്യപ്പെടുത്താത്തത് കൊണ്ട് ദൈവനാമം മഹത്വപ്പെട്ടിട്ടില്ല. സാക്ഷ്യപ്പെടുത്താത്തത് കൊണ്ട് മറ്റുള്ളവർ അതേ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അപ്പം മറ്റുള്ളവരുടെ അധോഗതിക്ക് കാരണം നിങ്ങളുടെ അഹങ്കാരമാണ്. സാക്ഷ്യപ്പെടുത്താത്ത ആൾക്കാരുടെ മെയിൻ കാര്യം എന്താണ്? അഹങ്കാരമാണ്, വേറെ ഒന്നുമില്ല. സാക്ഷ്യപ്പെടുത്താത്തതിൻ്റെ മെയിൻ കാരണം എന്താണ്? പക്ക അഹങ്കാരമാണ്. അഹങ്കാരികൾക്ക് എന്താ സംഭവിക്കുന്നത്? അഹങ്കാരികളെ ചിതറിക്കും, വിനയാന്യതരെ ഉയർത്തും, കൃപ ബ്ലോക്ക് ചെയ്യും. എന്താ കാര്യം? ദൈവം യാക്കോബിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എടുത്തേ, ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. അതാണ് വിഷയം. അഹങ്കാരിക്കപ്പോൾ കിട്ടത്തില്ല, അനുഗ്രഹം പോലും കിട്ടത്തില്ല. അതുകൊണ്ട് എത്രയും വേഗം സാക്ഷ്യ കുടിശ്ശിക ഉള്ളവരും പറയാത്തവരും പറഞ്ഞ് പതുക്കി വയ്ക്കുന്നവരും ഈ ആഴ്ച തന്നെ വന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യാക്കോബ് 4:6 ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തിയാണത്. അപ്പം നിങ്ങൾ അനുഗ്രഹം കിട്ടിയ കാര്യമാണ് ഈ വന്ന് പറയണത്. അപ്പം സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടണത്? കൃപയാണ് കിട്ടണത്. അപ്പം അനുഗ്രഹത്തിൻ്റെതാണ് നിങ്ങൾ സാക്ഷ്യം പറയണത്. നിങ്ങൾക്ക് ഈ സാക്ഷ്യപേടകത്തിൽ നിന്ന് എന്താ സാക്ഷ്യത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ എന്താ കിട്ടണത്? ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ പവർ. അപ്പം ശക്തി കിട്ടിയാണ് ആ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആൾക്കാർ തിരിച്ചു പോണത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വലിയ കൃപ മഹത്വം മഹത്വം ആരാധന പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. ഇറങ്ങി
കൈകൾ കൂപ്പി കർത്താവിൻ്റെ മുഖത്ത് തന്നെ കണ്ണുകൾ ഉറപ്പിച്ച് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. സമാപനാശീർവാദത്തിലേക്ക് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ ഇവിടെ തീർത്ഥാടനത്തിലും ഓൺലൈനിലുമുള്ള എല്ലാ മക്കളും കർത്താവിൽ നിന്ന് തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാർന്ന അത്ഭുതകരം ഓരോ മക്കളുടെ ശിരസ് വെക്കണമേ. മാനസിക രോഗികളെ പരിപാലിക്കുന്നവർ, മാനസിക രോഗികളുടെ കുടുംബങ്ങളുള്ളവർ, ഓട്ടിസം രോഗികൾ, ഹൈപ്പർ ആക്ടിവിറ്റി രോഗികൾ, ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ, അവരുടെ സങ്കടങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പല പരീക്ഷ എഴുതിയിട്ടും ജോലി കിട്ടാത്തവരെ, കർത്താവേ 42 വയസ്സ് ആയിട്ടൊക്കെ ലാസ്റ്റ് ടീച്ചേഴ്സ് ടെസ്റ്റ് എഴുതിയിട്ടുള്ളവരെ, ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവരെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് വിസ റിജക്റ്റ് ചെയ്യപ്പെട്ടവരെ, വിസ പ്രോസസ്സിലിരിക്കുന്നവരെ, അവരെല്ലാം കർത്താവേ അവിടെ യോഗ്യത കൊണ്ടല്ല കർത്താവേ, ഉടമ്പടി വഴി അങ്ങനെ കരുണ കൊണ്ട് അവിടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, ഭവനരഹിതര്, കർത്താവേ, ലോൺ കൂടി, പലിശ കൂടി, സാമ്പത്തിക ബാധ്യതയിലും ജപ്തി നടപടിയിലും ലേലത്തിലും ഒക്കെ പോയിരിക്കുന്നവർ, കർത്താവേ, ഇപ്പോഴ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അവിടെ കണ്ണുനീര് കാനായിലെ കല്യാണ കുടുംബത്തിലേക്ക് എന്നതുപോലെ കർത്താവേ നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, ജീവിത ദുരിതങ്ങൾ, ജീവിത ക്ലേശങ്ങൾ, ജീവിത ഭാരങ്ങൾ കർത്താവ് അനുഭവിക്കുന്നവരെ യേശു നാമത്തിൽ ആശ്വാസം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു. ചെറിയ തൊഴിലുകൾ, ഏജൻസി ജോലികൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് ജോലികൾ, അതുപോലെ കടകമ്പോളങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരെ, ഓരോരോ കാർഷിക മത്സ്യബന്ധന അനുബന്ധ ജോലികൾ ചെയ്യുന്നവർ, അവർക്കുണ്ടാകുന്ന ജീവിത ക്ലേശങ്ങൾ, അവർ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ, അതാവേ ഈ നിമിഷം അവിടെ കുടുംബങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് ആരോ കർത്താവേ അവിടെ വിഷയത്തിൻ്റെ മേൽ ആശ്വാസം പ്രാപിക്കാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, ഡൈവേഴ്സിലേക്ക് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, കർത്താവെ, ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിൽ ഏതെങ്കിലും ഒരു പങ്കാളി ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ കണ്ണുനീര് പ്രകാരം തിന്മയുടെ ശക്തി അവരുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുകയും ഐക്യപ്പെട്ടു വരാൻ മാതാവിന്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന മഹത്വം
കർത്താവ് നാട്ടിലെ PSC പരീക്ഷ എഴുതിയിട്ടുള്ളവരെ, കർത്താവ് നാട്ടിലെ ബാങ്ക് കടത്തിലിരിക്കുന്നവരെ, കർത്താവ് വീട് വിൽക്കാനുള്ളവരെ, വീട് വെക്കാനുള്ള ലോൺ കിട്ടാൻ പാസ്സാകാതിരിക്കുന്നവരെ, സ്ഥലം തരംമാറ്റി കിട്ടാത്തവരെ, സ്ഥലമില്ലാത്തവരെ, കർത്താവ് വെള്ളം പോലും കൃത്യമായിട്ടില്ലാത്തവർ, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ, ദൈവമേ വാഹനമില്ലാത്തവരെ, വാഹനമില്ലാതെ ജോലി ചെയ്യാൻ പറ്റാത്തവരെ, അവരുടെ ഭൗതിക വേദനകളും വിഷമതകളും പരിശുദ്ധമ്മ കൃപാസനത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആരാധന ദിവ്യഗാനം സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഉള്ളവരെ 22 മുതൽ ഒരാഴ്ചയ്ക്ക് അച്ഛനിവിടെ ഇല്ല. പക്ഷെ അച്ഛനിവിടെ ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നവുമില്ല. ഞാൻ ലണ്ടനിലും 3 ദിവസത്തെ ധ്യാനം എടുത്തിട്ടുണ്ട്. അതിന് ഉടനെ ഒരാഴ്ച കഴിയുമ്പോൾ, ജസ്റ്റ് ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചെത്തും. അപ്പോൾ സെപ്റ്റംബർ ആദ്യ 1-ാം തീയതി മുതൽ അച്ഛനിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ഛനെ ഒരു ദിവസം 100 പേരെ അച്ഛനെ കാണുന്നുള്ളൂ. അപ്പോൾ ആ 100 പേര് അച്ഛനെ മാത്രം കാണാൻ ഉദ്ദേശിച്ച് വന്നവർക്ക് മാത്രം വരാതിരുന്നാൽ മതി. മാതാവ് ഉടമ്പടിയും അത് സാക്ഷ്യം പറച്ചിലും കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ അതിൻ്റെ കൃപയോടുകൂടി അച്ഛനില്ലെങ്കിൽ ശക്തമായ രീതി ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഒരാഴ്ച ധ്യാനത്തിലായിരുന്നു വൈദികരുടെ. എന്നിട്ട് ഇവിടെ കൃപാസനം ഒരു കുഴപ്പമില്ല, സുന്ദരമായ രീതിയിൽ റൺ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ പേരിൽ അച്ഛനെ വിഗ്രഹമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അമ്മയെടുത്ത് വരിക, അതുപോലെ അതിനനുസരിച്ച് ഉടമ്പടി ജീവിതം കണ്ട് പുതുക്കിയെടുക്കുക, പുതിയ ഉടമ്പടി എടുക്കാനുള്ളവരെടുക്കുക. അതിനൊന്നും അച്ഛൻ്റെ ആവശ്യമില്ല. നിങ്ങളത് കറക്റ്റ് കൈകാര്യം ചെയ്യുക. മൗനമായി പ്രാർത്ഥിക്കുക. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ എടുത്ത് പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്.